നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ നശിപ്പിച്ചതായി അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയുടെ മൊഴി. പൾസർ സുനി നൽകിയ മൊബൈൽ ജൂനിയറായ രാജു ജോസഫിന് കൈമാറിയിരുന്നതായും നശിപ്പിച്ചതായും പ്രതീഷ് ചാക്കോ അന്വേഷണ സംഘത്തിന് മുമ്പാകെ മൊഴി നൽകി. വിവരങ്ങളുമായി ഇപ്പോൾ സിബി ജോസഫ് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സിബി, ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമായേക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇപ്പോൾ മൊഴിയായി പ്രതീഷ് ചാക്കോ പുറത്തെത്തിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ആ മൊഴിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്? സിബി ജിംഷാദ്, ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു സുപ്രധാന തെളിവായിരുന്നു ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങളും മൊബൈലും കണ്ടെടുക്കാൻ വേണ്ടിയാണ് പോലീസ് രാപ്പകലില്ലാതെ അന്വേഷണം വ്യാപിപ്പിച്ചതും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ പ്രതീഷ് ചാക്കോ നൽകിയ മൊഴിയിൽ ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. നേരത്തെ മുഖ്യപ്രതി പൾസർ സുനി പോലീസ് നൽകിയ മൊഴിയിൽ പറഞ്ഞത് ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ തൻ്റെ മുൻ അഭിഭാഷകനായിരുന്ന പ്രതീഷ് ചാക്കോയ്ക്ക് നൽകി എന്നുള്ളതായിരുന്നു. ഇതേ തുടർന്ന് പ്രതീഷ് ചാക്കോയെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോലീസ് തെരഞ്ഞപ്പോഴാണ് പ്രതീഷ് ചാക്കോ ഒളിവിൽ പോയതും പിന്നീട് അറസ്റ്റ് ഭയന്ന് ഹൈക്കോടതിയെ സമീപിച്ചതും. എന്നാൽ ഹൈക്കോടതി പ്രധാനമായും പറഞ്ഞത് പ്രതീഷ് ചാക്കോയുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാകാനും ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെ ചുമത്തിയിട്ടുള്ളൂ എന്നുമായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോ ആലുവ പോലീസ് ക്ലബിലെത്തി പോലീസിന് മൊഴി നൽകിയത്. ഏകദേശം ഉച്ചയോടെ തുടങ്ങിയ മൊഴി രാത്രി 8 മണി വരെ നീണ്ടു. ഈ മൊഴിയിലാണ് പ്രധാനമായും ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ നശിപ്പിച്ചു കളഞ്ഞതായി പ്രതീഷ് ചാക്കോ പറഞ്ഞത്. തൻ്റെ ജൂനിയറായിരുന്ന രാജു ജോസഫിനാണ് താൻ ഈ മൊബൈലും ഈ ദൃശ്യങ്ങളും കൈമാറിയത്. ഇയാൾ ഇത് നശിപ്പിച്ച് കളഞ്ഞു എന്നുമാണ് ഇപ്പോൾ പ്രതീഷ് ചാക്കോ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ജൂനിയറായിരുന്ന അഡ്വക്കേറ്റ് രാജു ജോസഫിനെയും മുൻപ് പോലീസ് ക്ലബിൽ വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇയാൾ എന്നാൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ രാജു ജോസഫിന്റെ വീട്ടിൽ നടത്തിയ പോലീസ് റെയ്ഡിൽ ഒരു മെമ്മറി കാർഡ് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഈ മെമ്മറി കാർഡ് തന്നെയാണ് ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ അടങ്ങിയത് എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചതായി അല്ലെങ്കിൽ ഇതിലെ ദൃശ്യങ്ങൾ ഉള്ളതായി ഇല്ല എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത്തരത്തിൽ ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയൂ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ ഏറ്റവും വലിയ തെളിവാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നശിപ്പിച്ചു എന്ന് പ്രതീഷ് ചാക്കോ ഇന്നലെ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് തൻ്റെ ജൂനിയറായിരുന്ന രാജു ജോസഫിന് നൽകുകയും രാജു ജോസഫ് ഈ മൊബൈൽ ഫോണും ദൃശ്യങ്ങളും നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പോലീസ് മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പക്ഷേ വരും മണിക്കൂറുകളിൽ പ്രതീഷ് ചാക്കോയെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്യാൻ, ഈ തെളിവ് നശിപ്പിച്ചു എന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ അതാണ് സിബി. അതായത് ഇത്രയേറെ ഇത്രയേറെ നിർണായകമായ കാര്യം, അതായത് മദർ ഫോൺ ഇല്ല എന്നുള്ളത് ഭാവിയിൽ ഈ കേസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അത്രയേറെ ഗൗരവമായ ഒരു തെളിവ് നശിപ്പിക്കലിന് കൂട്ടുനിൽക്കുന്ന മൊഴി ലഭിച്ചിട്ട് ഇത്തരത്തിൽ ഗൗരവമായ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താം എന്ന് ഹൈക്കോടതിയുടെ വരെ അനുമതി ഈ അഭിഭാഷകന്റെ വിഷയത്തിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ അഭിഭാഷകനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തില്ല, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു? തീർച്ചയായും അജിംഷാദ്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ രാത്രി 8 മണി വരെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് ജാമ്യത്തിൽ വിട്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് എന്തെങ്കിലും കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാമെന്ന് ഹൈക്കോടതി ഇന്നലെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ മെമ്മറി കാർഡുകൾ കൂടുതൽ വിദഗ്ധ പരിശോധന നടത്തിയ ശേഷം ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്ന് തെളിഞ്ഞാൽ തീർച്ചയായും പ്രതീഷ് ചാക്കോയെയും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യും. കാരണം ഈ കേസിലെ ഏറ്റവും നിർണായകമായ സുപ്രധാനമായ തെളിവായ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോണും നശിപ്പിച്ചു എന്നുള്ളത് വളരെ ഗൗരവതരമായ കുറ്റമാണ്. ഈ കേസിലെ സുപ്രധാനമായ തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെറ്റാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ പ്രതീഷ് ചാക്കോയെ ഇനി വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ പോലീസ് ഈ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അജിംഷാദ്, അതായത് സിബി, അടുത്ത ഘട്ടത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ ഇനിയുണ്ടാകുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഫോണും ദൃശ്യങ്ങളും വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മദർ ഫോണിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സൂചനകൾ ഇതുവരെയുള്ള മൊഴികളിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘത്തിനായിട്ടുണ്ട്? ഈ നശിപ്പിച്ചു എന്ന് ഈ അഭിഭാഷകൻ പറയുന്നതിലേക്ക് കാര്യങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? ഒന്ന്. രണ്ട്,
പൾസർ സുനിയെ ഈ അഭിഭാഷകന് പരിചയപ്പെടുത്തി കൊടുത്തത് ദിലീപാണ് എന്ന കാര്യം ഈ മൊഴിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമായിട്ടുണ്ടോ? മൊഴിയുടെ പൂർണ്ണ വിശദാംശങ്ങൾ ആധികാരികമായി ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാവാം പ്രതീഷ് ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതും, കാരണം അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചതും. കാരണം ഈ നടിയെ അപമാനിച്ച ദൃശ്യങ്ങൾ പ്രതീഷ് ചാക്കോയ്ക്ക് നൽകുകയും പൾസർ സുനി പ്രതീഷ് ചാക്കോയ്ക്ക് നൽകുകയും പ്രതീഷ് ചാക്കോ ഇത് ദിലീപിന് കൈമാറിയുമെന്നുമാണ് പോലീസ് ഇപ്പോഴും കരുതിയിരിക്കുന്നത്. കാരണം ഇപ്പോഴും ദിലീപിന്റെ പക്കൽ ഈ ദൃശ്യങ്ങൾ എത്തി എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. കാരണം ഈ പൾസർ സുനി ആദ്യം പറഞ്ഞത് ഈ ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള വിഷ്വൽസിന് 1.5 കോടി രൂപ കൊട്ടേഷൻ നൽകി ഈ കൃത്യം നിർവഹിക്കാൻ അല്ലെങ്കിൽ കൃത്യത്തിനായി ഈ ഒരു കൊട്ടേഷൻ വാങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയാണ് ഉണ്ടായത്. ഈ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയും ആലുവ സ്വദേശിയാണ്. പ്രതീഷ് ചാക്കോയെ പൾസർ സുനിക്ക് പരിചയപ്പെടുത്തി കൊടുത്തതും ദിലീപാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ദിലീപിന് വേണ്ടി ഹാജരായതും പ്രതീഷ് ചാക്കോയാണെന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പൾസർ സുനിക്ക് പ്രതീഷ് ചാക്കോയുമായുള്ള ബന്ധത്തെക്കാൾ അധികം ദിലീപിന് പ്രതീഷ് ചാക്കോയുമായി ബന്ധമുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് തന്നെയാവാം ഒരുപക്ഷെ പൾസർ സുനി അഭിഭാഷകനായി പ്രതീഷ് ചാക്കോയെ തിരഞ്ഞെടുത്തതും. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ദൃശ്യങ്ങൾ ദിലീപിന് എത്തിയിരിക്കാമെന്ന ഒരു നിഗമനവും പോലീസിനുള്ളത്. എന്തായാലും പ്രതീഷ് ചാക്കോയുടെ മൊഴിയിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സുപ്രധാനമായ തെളിവ് കണ്ടെത്തുന്നവരെ ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് തന്നെയാണ് പോലീസ് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എല്ലാം തന്നെ കോടതിയിൽ വാദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വ്യാപിക്കുന്നതും. എന്തായാലും ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ പ്രതീഷ് ചാക്കോ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് പോലീസ് പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. കൂടുതൽ സാങ്കേതിക അല്ലെങ്കിൽ കൂടുതൽ വിദഗ്ധമായ പരിശോധനയുടെ ഇപ്പോൾ രാജു ജോസഫിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത മെമ്മറി കാർഡുകൾ പരിശോധിച്ച ശേഷം മാത്രമാകും ഈ കാര്യത്തിൽ പോലീസ് ഒരു സ്ഥിരീകരണം നടത്തൂ. അജിംഷാദ്. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.